BJP വീണ്ടും വരികയാണെങ്കിൽ എത്ര കണ്ട് ഭൂരിപക്ഷത്തോടുകൂടി, എത്ര വോട്ട് ശതമാനത്തിന്റെ മേൽക്കൈയോടുകൂടി, എത്ര സീറ്റുകളുടെ ബലത്തോടുകൂടി നിങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഈ അവസാന നിമിഷത്തെ കണക്കെന്താണ്? ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത്തവണ 400 ക്രോസ് ചെയ്യും. NDA എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി 370 കിട്ടും. അതവിടെ നിൽപ്പുണ്ടല്ലോ, അതാരും ഞങ്ങൾ മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഓരോ ദിവസവും ഇരുന്ന് വീണ്ടും അവകാശവാദങ്ങൾ ചാനൽ സ്റ്റുഡിയോയിൽ വന്ന് ഉന്നയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവകാശവാദത്തിന് വേണ്ടിയല്ല, ഇതിപ്പോ നാളെ അറിയാൻ പോകുന്ന ഫലത്തിന്റെ കാര്യമാണ്. എന്നാലും ഒരു കൗതുകത്തിന് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു പക്ഷേ നിങ്ങൾ 400 സീറ്റ് എന്ന് പറയുമ്പോൾ 400 സീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചരിത്രപരമായ ഒരു നിർവഹണം കൂടിയുണ്ട്. കാരണം 1984 ആണ് 414 സീറ്റ് എന്നൊരു ചരിത്രം രാജ്യത്ത് കുറിക്കപ്പെട്ടത്. അന്ന് 48% കോൺഗ്രസിന്റെ വോട്ട് വിഹിതം. BJPക്ക് എത്ര ശതമാനം കിട്ടും ഇത്തവണ വോട്ട് വിഹിതം? അതാ ഞാൻ പറഞ്ഞ റാഷിദ്, ഞാൻ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാൻ ആളല്ല. എനിക്ക് ജനങ്ങളെയാണ് വിശ്വാസം. ജനം എന്തു തീരുമാനിച്ചോ അത് പെട്ടിയിൽ ഇരിപ്പുണ്ട്. അതിനി എന്തായാലും പ്രസവിച്ച് കൂടത്തൊന്നുമില്ലല്ലോ. നമ്മൾ ഇവിടെ നിന്ന് എത്ര അവകാശവാദം പറഞ്ഞാലും. എന്തിനാണ് അങ്ങനെ? ഭാരതീയ ജനതാ പാർട്ടി ഒരു ടാർഗറ്റ് മുൻപോട്ടേക്ക് വെച്ചിട്ടുണ്ട്, 400 അബ്കി ബാർ 400 പാർ. ഇപ്പൊ നിങ്ങളെല്ലാവരും പറയുന്നത് BJPക്ക് 400 കിട്ടില്ല എന്നാണല്ലോ. ആയിക്കോട്ടെ, നമുക്കത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി ഇനിയും നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം ഞാൻ ആമുഖമായി അത് പറഞ്ഞു വെക്കുന്നു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇന്ന് പോകുന്നില്ല. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് അക്കാര്യം അപ്പോൾ ചർച്ച ചെയ്യാം. BJP മുൻപോട്ടേക്ക് വെച്ച 400-ഉം അതിനകത്തേക്ക് പ്രതിപക്ഷം വന്നതും ഒക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ എന്തായാലും അവകാശവാദങ്ങളൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ആരും മാറ്റി പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി പറഞ്ഞതിനെ തിരുത്തി പറയാൻ സന്ദീപ് വാചസ്പതി ആളുമല്ല. അതുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് അവിടെയുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ വെച്ചതാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. 2, ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രധാനമന്ത്രി എന്തോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിച്ചു എന്ന് ഇവർ പറയുമ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെ കാണിച്ച ആദ്യത്തെ സംഭവം, ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ് വിഭവങ്ങളുടെ ആദ്യ പങ്കാളി എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി ആയിരുന്നോ? 2006 ഡിസംബർ 9 നാഷണൽ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ 52ാമത് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞ ഡയലോഗാണത്. അത് എടുത്തു പറയാൻ പ്രധാനമന്ത്രിക്ക് അവകാശമില്ലേ? ഞങ്ങൾ ഉപയോഗിക്കും. എന്തിനാണ് നിങ്ങളത് പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് പറയാം, ഞങ്ങളത് ജനങ്ങളോട് പറയാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അടർത്തി മാറ്റിയും ഞങ്ങളല്ലേ തീരും. അത് നിങ്ങൾ അതിന്റെ പ്രസംഗം എന്തായിരുന്നു ശ്രീ സന്ദീപ് വാചസ്പതി? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെയായിരുന്നോ മൻമോഹൻ സിംഗ് അന്ന് പ്രസംഗിച്ചത്? ഉണ്ടായിരുന്നോ? അല്ല, ആദ്യം മൻമോഹൻ സിംഗ് അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല, മൻമോഹൻ സിംഗ് അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. അതാദ്യം സമ്മതിക്കും. ഇല്ല, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പറഞ്ഞ പോലെ മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചിട്ടില്ല. ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശി മുസ്ലിങ്ങളാണ് എന്ന് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല മൻമോഹൻ സിംഗ് പ്രസംഗിച്ചത്. പിന്നെ എങ്ങനെയാ പ്രസംഗിച്ചത്? ഈ രാജ്യത്ത് അല്ലല്ല, ഈ രാജ്യത്ത് കേൾപ്പിക്കേണ്ട അതിന്റെ ടെക്സ്റ്റ് ഒക്കെ താങ്കൾക്ക് അവൈലബിൾ ആണ്. അത് താങ്കൾക്ക് വായിച്ചു. ഇതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് അത് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ അവൈലബിൾ ആണ്. പത്രങ്ങളിലൊക്കെ അച്ചടിച്ചു വന്നതാണ്. ഏതായാലും കേൾപ്പിച്ചോളൂ. എന്നാൽ താങ്കൾ കേൾപ്പിച്ചോളൂ. അല്ല, ഇപ്പൊ ഇവിടെ നിന്ന് എടുത്ത് കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയം തന്നാൽ ഞാൻ എടുത്ത് കേൾപ്പിച്ചു തരാം. അതല്ല, താങ്കൾക്ക് ഇപ്പൊ താങ്കൾ കേൾപ്പിച്ചോ. അല്ല, കേൾപ്പിക്കാം. അപ്പൊ ഇത്രയും ഭാഷയിൽ അവൈലബിൾ ആയിട്ടും റാഷിദിനും സംഘത്തിനും അത് മനസ്സിലായില്ലേ? പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ മലയാളത്തിലും ഹിന്ദിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും എല്ലാം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? വിശദീകരിക്കണേ, താങ്കൾ കേൾപ്പിച്ചോ. വെയിറ്റ് ഞാൻ ആദ്യം പോലെ കേൾപ്പിക്കട്ടെ. ഈ മൈക്ക് എവിടെയാ? We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. They must have the first claim on our resources. We will have to... എന്താ അർത്ഥം? ആദ്യത്തെ വരി തൊട്ട് പറയണം അർത്ഥം. രണ്ടാമത്തേത് പറയരുത്. ആദ്യത്തെ വരി തൊട്ട് അർത്ഥം പറയും. പറഞ്ഞോളൂ. എന്താ കേൾക്കേണ്ടത്? അല്ല, അദ്ദേഹം പ്രസംഗിച്ച ആദ്യത്തെ ഇത് ഇൻകംപ്ലീറ്റ് പ്രസംഗമാണ്. ഒരു ഭാഗം മാത്രമാണ്. ഇതിന്റെ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. അത് വേറെ വിഷയം. കേട്ടിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഒരുപാട് വട്ടം കേട്ടതാന്നേ. ഇത് ഇൻകംപ്ലീറ്റ് പ്രസംഗമാണ്. ഒരു വസ്തുത. അപ്പുറവും ഇപ്പുറവും ഉണ്ടെന്ന് രണ്ടാമത്തെ വസ്തുത. പിന്നെ ഈ പറയുന്നതിൽ തന്നെ ആദ്യത്തെ വരി ആയിക്കോട്ടെ. താങ്കൾ ഇത് പബ്ലിക്കിൽ അവൈലബിൾ ആയ കാര്യമാണ്. താങ്കൾ ഒരു പുതുമ ഇതിനകത്ത് ബഹളം
നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, എന്നിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഇന്നത്തെ സമയം ഇതിൽ കെട്ടിത്തിരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് ഇടപെട്ടു പോകുന്നത്. കേൾക്കൂ, പറഞ്ഞോളൂ. അവിടെയാണ് പ്രശ്നം. ഇതിന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, പൊട്ടന്റെ മുന്നിൽ ശംഖു. കാര്യങ്ങൾ സംസാരിക്കാനുള്ള വേദിയാണിത്. അതുകൊണ്ടാണ് ഇന്ന് ഇതിൽ കെട്ടിത്തിരിയണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമായിരിക്കും, എന്റെ ആവശ്യമല്ല. അത്രേ ഉള്ളൂ. അല്ല എനിക്കൊരാവശ്യമില്ല. നിങ്ങളാണ് പറയുന്നത്, നിങ്ങൾ പറയണമെങ്കിൽ അത് പറയാം. അതിന്റെ അർത്ഥം പറഞ്ഞു പൊക്കോളൂ, കേൾക്കട്ടെ പ്രേക്ഷകർ. അല്ല അത് പറയാൻ തുടങ്ങുമ്പോ താങ്കൾ അസ്വസ്ഥനാകാതെ. We will have to devise innovative plans to ensure minorities, particularly Muslim minorities, are empowered to share equitably in the fruits of development. They must have the first claim on our resources. എന്തായാലും മലയാളികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇത് ഹിന്ദി ആയിരുന്നു എന്ന് ഞാൻ പേടിച്ചുപോയി. കാരണം ഞാൻ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്ത അതല്ല നിങ്ങൾ പറയില്ല. എന്തായാലും ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഭാഗ്യം. അത്യാവശ്യം മലയാളികൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാമല്ലോ. ഞാൻ മലയാളം പറഞ്ഞാലേ റാഷിദിന് അറിയുള്ളൂ. അല്ലല്ല, താങ്കൾ ഇംഗ്ലീഷ് അറിയാവുന്ന മലയാളികൾക്ക് വികസനത്തിന്റെ ഫലങ്ങൾ ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് കിട്ടാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. മുസ്ലിങ്ങൾക്കാണ് വിഭവങ്ങളിൽ ആദ്യ പങ്ക്. ഫസ്റ്റ് എന്താ അല്ല പറഞ്ഞു. താങ്കൾ പറഞ്ഞോളൂ. ഈ പ്രസംഗത്തിന്റെ ഞാൻ പറയാം. ഞാൻ ലിജുവിന് സമയം തരാം. അദ്ദേഹം തന്നെ അങ്ങ് പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞു പൂർത്തീകരിച്ചിട്ട് ലിജുവിന് സമയം തരാം. അല്ല, ഇതിപ്പോ റാഷിദാണല്ലോ സംസാരിക്കുന്നത്, എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. അവർ നിർത്തൂ ഈ ബഹളം വെച്ചിട്ട്. നമ്മൾ എന്തായാലും പെറ്റിക്കിടക്കുന്ന വോട്ടുകളൊന്നും കൂടാൻ പോകുന്നില്ല റാഷിദേ. സന്ദീപ് പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമുക്ക്. കേൾക്കൂ. അല്ല, അങ്ങനെ പറയാനുള്ളത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് പറയാനാണെങ്കിൽ ഇത് പറയും. അതിന് സമയം തരാതെ നിങ്ങൾ പറയുന്ന അൾട്ടിമേറ്റം ഒന്നും പാലിച്ചു പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതൊക്കെ അങ്ങ് കൈവച്ചാൽ മതി. ആ ഭീഷണിയൊക്കെ പറയാനുള്ളത് പെട്ടെന്ന് പറയാനൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെയും താങ്കൾ ഓർമ്മിപ്പിച്ചു. താങ്കൾ അതിനെ വേറെ ധ്വനിയിലോട്ട് കൊണ്ടുപോകാതെ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ വെർബൽ ഡയലോഗ്സ് മാത്രമാണ് ഇവിടെ കേൾക്കുന്നത്. നിങ്ങളുടെ മോണോലോഗാണ് ഇവിടെ കേൾക്കുന്നത്. നിങ്ങൾ നിർത്തൂ. അപ്പൊ ഇവിടെ മൻമോഹൻ സിംഗ് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വികസനത്തിന്റെ ഫലം കിട്ടുന്നതിന് ആവശ്യമായ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. രാജ്യത്തിലെ വിഭവങ്ങളുടെ ആദ്യ പങ്ക് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത് മൻമോഹൻ സിംഗിന് പറയാമെങ്കിൽ അത് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത BJPക്കുണ്ട്, നരേന്ദ്രമോദിക്കുണ്ട്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. ഞങ്ങൾ അത് ചെയ്യും. നരേന്ദ്രമോദി ഒരു ഫ്രസ്ട്രേഷന്റെ ഭാഗമായി പറഞ്ഞതല്ല. നരേന്ദ്രമോദി ഈ രാജ്യത്തെ കോൺഗ്രസ് എങ്ങനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അത് പറയുക തന്നെ ചെയ്യും. 2, ഇവിടെ ജാതി തിരിച്ച് നിങ്ങളുടെ വിഭവങ്ങൾ എന്താണ് പറയുന്നത്, വീട്ടിലെ പണത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ച് സെൻസസ് നടത്തണമെന്ന് പറഞ്ഞതാരാ? ഞങ്ങളാണോ പറഞ്ഞത്? അതും ഞങ്ങൾ ജനങ്ങളോട് പറയും. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയാതിരിക്കാൻ ഞങ്ങള് എന്താണ് പറഞ്ഞത്, വായ മൂടിക്കെട്ടിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണമെന്നായിരുന്നോ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ ആവശ്യം? അത് നടക്കില്ല. കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിട്ട് പോയ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അതായത് ഈ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം ആരും ഇവിടെ വളച്ചൊടിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതിലെന്താണ് പറഞ്ഞത്, അദ്ദേഹം തന്നെ ഉപയോഗിച്ച വാക്ക് ഞാൻ പറയാം: ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ആ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിൽ എവിടെയാണ് മതം കടന്നു വരുന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം മാത്രമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യ മഹാരാജ്യത്ത് ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ്, സിഖുകാർ ന്യൂനപക്ഷമാണ്, ബൗദ്ധന്മാർ ന്യൂനപക്ഷമാണ്, ജൈനന്മാർ ന്യൂനപക്ഷമാണ്, പാഴ്സികൾ ന്യൂനപക്ഷമാണ്. അവർക്കൊന്നുമില്ലാത്ത എന്തോ ഒരു കൊമ്പ് മുസ്ലിമിനുണ്ട് എന്ന ധാരണയാണ് കോൺഗ്രസിനുള്ളത്. അതാണ് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കാത്തത്. 1. 2, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു അട്ടിമറി. ഇലക്ഷന്റെ അവരുടെ മൊത്തത്തിൽ നറേറ്റീവ് അങ്ങനെയാണല്ലോ. അട്ടിമറിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനെ പോകുന്നു, പോളിംഗ് ഏജന്റുമാരെ എന്തൊക്കെയോ അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇവിടെ നിന്നാണ് ഈ പ്രതീക്ഷയും കൂടെ വരുന്നത്? അട്ടിമറിയാണ് നടന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്ന് തുറന്നു പറയണ്ടേ? അതല്ലേ തന്റെ ഇടം?
ഇവിടെ BJP മൃഗീയമായി ജയിക്കാൻ പോകുന്നു, തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് BJP മൃഗീയമായി വിജയിക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞ് ജനങ്ങളോട് തുറന്നു പറയാൻ എന്താ? അതല്ല, അങ്ങനെ പറയാതെ റാഷിദേ. അപ്പൊ എവിടെ നിന്നാണ് ഈ അട്ടിമറി ഉണ്ടായത്? അപ്പൊ അത് രണ്ടും കൂടെ ചേർന്ന് പോകുന്നില്ല എന്ന് കോൺഗ്രസ്സുകാരൻ മനസ്സിലാക്കണം.